ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് പള്ളിക്കണ്ടി മഹാകാളിക്കാവിൽ ഇത്തവണയും പൊട്ടൻതിറ അരങ്ങേറി. അപൂർവ കാവുകളിൽ മാത്രം അരങ്ങേറുന്ന പൊട്ടൻതിറ കാണാൻ നിരവധി പേരാണ് കലായിലെ പള്ളിക്കണ്ടി മഹാകാളിക്കാവിലെത്തിയത്. ചെണ്ടയുടെ താളം പതികാലത്തിൽ തുടങ്ങി അസുരഭാവം പൂണ്ട് ഉച്ചസ്ഥായിലെത്തി. പൊട്ടൻ ദൈവത്തിന്റെ പ്രതിരൂപം കലാകാരനിലേക്ക് സന്നിവേശിക്കുകയാണ്. മുഖത്ത് മഞ്ഞയും കറുപ്പും ചുവപ്പും കലർന്ന നുറുക്കെഴുത്താണുള്ളത്. കാലിലെ കച്ചമണിക്ക് അരയിലാണ് പൊട്ടൻതിറയിൽ സ്ഥാനം. തലയിൽ കവുങ്ങിൻപാളിയിൽ തീർത്ത കൂമ്പയും അതിനു മുകളിൽ കുരുത്തോലയും കൂമ്പയിൽ അരിനുറുക്കും അലങ്കാരമായുണ്ട്. തലയിൽ കൂമ്പ ഉറപ്പിക്കുന്നതോടെ ചെണ്ടയിൽ താളം മുറുകും. ഇനി പൊട്ടൻ ദൈവത്തിന്റെ പുറപ്പാടാണ്. എല്ലാം തിരികെ കാണുന്നതാണ് പൊട്ടൻ ദൈവത്തിന്റെ പ്രത്യേകതകൾ. വാചകാഭിനയമാണ് മറ്റു തിറകളിൽ നിന്നും പൊട്ടൻതിറയെ വ്യത്യസ്തമാക്കുന്നത്. കൂടാതെ ഈ തിറയിൽ രൗദ്രതയ്ക്ക് പകരം ഹാസ്യത്തിനാണ് പ്രാധാന്യം. കോഴിക്കോട് പള്ളിക്കണ്ടി മഹാകാളിക്കാവിലെ തിരുമുറ്റത്താണ് ഇത്തവണയും പൊട്ടൻതിറ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങേറിയത്. അപൂർവം കാവുകളിൽ മാത്രമാണ് പൊട്ടൻതിറ നടക്കാറുള്ളത്. പൂവാട്ടുപറമ്പ് തിറയാട്ട കലാസമിതിയിലെ അഭിലാഷ് പെരുവണ്ണാനാണ് ഇത്തവണയും പൊട്ടൻ ദൈവത്തിന്റെ പ്രതിരൂപം കെട്ടിയത്. ഭക്തരെ ഏറെ രസിപ്പിച്ചും അവരോട് സംവദിച്ചും അനുഗ്രഹം ചൊരിഞ്ഞുമുള്ള പൊട്ടൻ ദൈവത്തിന്റെ തിറയാട്ടം അവസാനിച്ചതോടെ ഇനി വരും വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ് പള്ളിക്കണ്ടി മഹാകാളിക്കാവിലെ ഭക്തർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.